ഗുഡ് മോർണിംഗ്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സും അതിൻ്റെ അഡ്വാൻറ്റേജുമാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ബേസിക് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്ത സമയത്ത് എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നും പോസിറ്റീവ് ഫീഡ്ബാക്ക് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നും പറഞ്ഞിരുന്നു. അത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിൽ ഉപയോഗിക്കുന്നില്ല, പകരം നമ്മൾ ഓസിലേറ്ററി സർക്യൂട്ടുകളിലാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സ്, അത് ഓസിലേറ്ററി സർക്യൂട്ടുകൾ. നമുക്കറിയാം മിനി ഇലക്ട്രോണിക് ഡിവൈസസ്, അതിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രീക്വൻസി കൊടുക്കുന്ന സോഴ്സസ് ആവശ്യമാണ്. ഇതാണ് ഓസിലേറ്റേഴ്സ്. ഓസിലേറ്റേഴ്സ് കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ റഡാറുകൾ, അങ്ങനെ ഒക്കും ഒരുവിധം എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിലും ഓസിലേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരു ഓസിലേറ്റർ സൈനുസോയിഡൽ വേവ് മാത്രമല്ല, നോൺ സൈനുസോയിഡൽ വേവും പ്രൊഡ്യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സ്ക്വയർ വേവ്, ട്രയാങ്കുലർ വേവ്, പൾസ്, ഇവയെല്ലാം നോൺ സൈനുസോയിഡൽ വേവാണ്. അപ്പോൾ ഒരു ഓസിലേറ്ററിൽ സൈനുസോയിഡൽ വേവ് മാത്രമല്ല, നോൺ സൈനുസോയിഡൽ വേവും പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പം എന്താണ് സൈനുസോയിഡൽ ഓസിലേറ്റർ? If an electronic device generate sinusoidal oscillations of desired frequency, അത് നമുക്ക് ആവശ്യമുള്ള ഒരു ഫ്രീക്വൻസിയിലുള്ള ഒരു സൈനുസോയിഡൽ ഓസിലേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് സൈനുസോയിഡൽ ഓസിലേറ്റർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനർജി ക്രിയേറ്റ് ചെയ്യുന്നില്ല, എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു എനർജി കൺവേർഷനാണ് ചെയ്യുന്നത്. അത് ക്രിയേഷൻ ഓഫ് എനർജി നടക്കുന്നില്ല, ഒരു എനർജി കൺവേർഷനാണ് അവിടെ ചെയ്യുന്നത്. അതായത് അതിന് കൊടുക്കുന്ന എനർജീനെ ഒരു വാരിയിങ് സിഗ്നൽ, അതായത് ഒരു സൈനുസോയിഡൽ സിഗ്നൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം അതിന് നമ്മൾ എന്ത് എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്? DC എനർജി നമ്മൾ കൊടുത്തിട്ട് അത് AC എനർജി ആയിട്ട്, വാരിയിങ് എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. Then we can say that, ഇപ്പം നമുക്കറിയാം ഒരു റെക്ടിഫയർ ആണെന്നുണ്ടെങ്കിൽ അത് AC കമ്പോണൻസിനെ DC ആക്കിയിട്ട് ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. ഇവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഒരു DCനെ AC ആക്കിയിട്ട് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഒരു സൈനുസോയിഡൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ അത് ആ ഡിവൈസസിന്റെ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ ഫ്രീക്വൻസി ഓഫ് ദ ഓസിലേഷൻ മസ്റ്റ് ബി ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് പാരാമീറ്റേഴ്സ്. അത് ഡിഫറെൻറ്റ് കേസസിലെ ഓസിലേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി എക്സ്പ്രഷൻസ്. ഇനി നമ്മൾ ഇവിടെ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈനുസോയിഡൽ ഓസിലേഷൻസ് ആണ്. ഈ സൈനുസോയിഡൽ ഓസിലേഷൻസിനെ വി ക്യാൻ ക്ലാസിഫൈ ഇൻ ടു 2 types. ദ ഫസ്റ്റ് വൺ ഈസ് ഡാംപ്ഡ് ഓസിലേഷൻസ് ആൻഡ് ദ സെക്കൻഡ് ഈസ് അൺഡാംപ്ഡ് ഓസിലേഷൻസ്. That term is familiar to you. That is damped oscillations and undamped.
ഇറ്റ് ഈസ് മെക്കാനിക്സ് കേസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻസിന്റെ കേസിൽ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററും അതേപോലെ തന്നെ അൺഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ അതേപോലെ തന്നെയാണ്. അത് ഡാംപ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദ ആംപ്ലിറ്റ്യൂഡ് ഗോസ് ഓൺ ഡിക്രീസിങ് വിത്ത് ടൈം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ദ ഇലക്ട്രിക്കൽ ഓസിലേഷൻ ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ഗോസ് ഓൺ ഡിക്രീസിങ് വിത്ത് ദ ടൈം, ഇറ്റ് ഈസ് കോൾഡ് ഡാംപ്ഡ് ഓസിലേഷൻസ്. ഡാംപ്ഡ് ഓസിലേഷൻസിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്സ് ഗോസ് ഓൺ ഡിക്രീസിങ്. അതായത് ടൈമിനനുസരിച്ച് അതിൻ്റെ ആ വേവ് ഫോമിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ലോസസ്. ഓരോ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനാണെന്നുണ്ടെങ്കിലും ദർ മേ ബി സം ലോസസ്. ഓക്കെ, അപ്പോൾ ആ ഓരോ ഓസിലേഷൻസിലും എന്ത് സംഭവിക്കുന്നു? ദ എനർജി ഈസ് ലൂസിങ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൽ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി here there is no means are provided to compensate for the losses, so its amplitude generated wave decreases gradually. അതായത് ഇവിടെ നമ്മൾ ആ ഒരു ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള മറ്റൊരു സോഴ്സ് നമ്മൾ കൊടുക്കുന്നില്ല. അത് കൊടുക്കാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അതിലെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഡാംപ്ഡ് ഓസിലേഷൻ ആയിട്ട് പറയുന്നത്. ഇനി ഇവിടെ ഈ ഡാംപ്ഡ് ഓസിലേഷൻസിൽ എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? ആംപ്ലിറ്റ്യൂഡ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ഒരിക്കലും അതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ഇവിടെ ഇലക്ട്രിക്കൽ സിഗ്നലിൽ ആ ലോസ്, എനർജിയിൽ ലോസ് സംഭവിക്കുന്ന സമയത്ത് എന്തിനാണ് ലോസ് സംഭവിക്കുന്നത്? അതിന്റെ ആംപ്ലിറ്റ്യൂഡിനാണ് ലോസ് സംഭവിക്കുന്നത്. അതിന്റെ ഫ്രീക്വൻസിക്ക് ലോസ് സംഭവിക്കുന്നത്. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം ഫ്രീക്വൻസി ഓഫ് ദ ഓസിലേഷൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺസ്റ്റൻസ് ഓഫ് ദി ഇലക്ട്രിക്കൽ സിസ്റ്റം. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ കോൺസ്റ്റൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നില്ല, ആംപ്ലിറ്റ്യൂഡ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡ്സ് ഗോസ് ഓൺ ഡിക്രീസിങ്. അപ്പൊ ഡാംപ്ഡ് ഓസിലേഷൻസിൽ എന്ത് സംഭവിക്കുന്നു? ദ ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ഗോസ് ഓൺ ഡിക്രീസിങ് വിത്ത് ടൈം, ദാറ്റ് ഈസ് നോൺ ആസ് ഡാംപ്ഡ് ഓസിലേഷൻസ്. ഇനി രണ്ടാമത്തെ കേസ്, ദാറ്റ് ഈസ് അൺഡാംപ്ഡ് ഓസിലേഷൻസ്. If in a electrical oscillations whose amplitude remains constant with time are called undamped oscillations. അതായത് ഒരു ഇലക്ട്രിക്കൽ ഓസിലേഷൻസിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അൺഡാംപ്ഡ് ഓസിലേഷൻസ് ആയിട്ട് പറയുന്നത്. ഫിഗറിൽ കാണിക്കുന്ന ഓസിലേഷൻ ഒരു അൺഡാംപ്ഡ് ഓസിലേഷൻസിന്റെ എക്സാമ്പിൾ ആണ്. അതായത് എന്ത് സംഭവിക്കുന്നില്ല? അതിന്റെ ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ച് സംഭവിക്കുന്നില്ല. ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഇനി നമുക്കറിയാം ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഓസിലേഷൻസിന് എന്ത് സംഭവിക്കും? ലോസ് സംഭവിക്കും. അപ്പൊ ആ ലോസ് സംഭവിക്കുന്ന സമയത്ത് എത്രയാണോ ലോസ് അത്ര എനർജി നമ്മൾ ആ ലോസ് ഓവർകം ചെയ്യാനുള്ള എനർജി നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഒരു അൺഡാംപ്ഡ് ഓസിലേറ്റർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തായാലും ജനറേറ്റ് ചെയ്യുന്ന ഓസിലേഷൻസിന് എന്തായാലും ലോസ് സംഭവിക്കും. പക്ഷെ നമ്മൾ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു? വി ഗിവ് എ റൈറ്റ് എമൗണ്ട് ഓഫ് എനർജി ബീങ് സപ്ലൈഡ് ടു ഓവർകം ദ ലോസ്. ആ ലോസിനെ ഓവർകം ചെയ്യാനുള്ള എനർജി നമ്മൾ അതിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ജനറേറ്റഡ് വേവ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഇനി നമുക്കൊരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിൽ ഒക്കെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്? ഈ അൺഡാംപ്ഡ് ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ആണ് നമുക്ക് ഏതിൽ ആവശ്യമുള്ളത്? ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഓസിലേറ്ററി സർക്യൂട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓസിലേറ്ററി സർക്യൂട്ട്സ്.
ഇപ്പൊ എന്താണ് ഓസിലേറ്ററി സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ട്രിക്കൽ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് ഓസിലേറ്ററി സർക്യൂട്ട് അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട് ആയിട്ട് നമ്മൾ പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസിയുള്ള ഒരു ഇലക്ട്രിക്കൽ ഓസിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ട്, അതിനെയാണ് ഓസിലേറ്ററി സർക്യൂട്ട് ആയിട്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ടാങ്ക് സർക്യൂട്ട് ആയിട്ട് നമുക്ക് പറയാം. മെയിൻ ആയിട്ട് ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ഒരു കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും അത് പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ഒരു സിമ്പിൾ ഓസിലേറ്ററി സർക്യൂട്ടിൽ ഒരു കപ്പാസിറ്ററും അതേപോലെ തന്നെ ഒരു ഇൻഡക്ടറും ഫിഗറിൽ കാണുന്ന പോലെ പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഈ സർക്യൂട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓസിലേഷന്റെ ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുന്നത് ദ കമ്പോണൻസ് എൽ ആൻഡ് സി, അതായത് ആ ഇൻഡക്ടറിന്റെയും ആ കപ്പാസിറ്ററിന്റെയും വാല്യൂസ് ആണ് അതിലെ ഫ്രീക്വൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ഇൻഡക്ടർ ആണെങ്കിൽ ആ ഇൻഡക്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും, കപ്പാസിറ്റർ ആണെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ആ കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റീസ് ആണ് അതിന്റെ എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? അതിന്റെ ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൽ ഒരു ഓസിലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് ഇതിലെ കപ്പാസിറ്ററിനെ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അത് ഇതിലെ കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ടുണ്ട്. ഒരു ഡി സി സോഴ്സിൽ നിന്ന് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ടുണ്ട് വിത്ത് ദ പൊളാരിറ്റി ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് ഈ കപ്പാസിറ്ററിൽ പോസിറ്റീവ്, അതായത് കപ്പാസിറ്ററിന്റെ അപ്പ് സൈഡ് പോസിറ്റീവായിട്ടും ഡൗൺ സൈഡ് നെഗറ്റീവായിട്ടുമാണ് ചാർജ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അതാണ് അത് ഒരു ചാർജ് ചെയ്ത കപ്പാസിറ്റർ ആണ് നമ്മൾ ആ സർക്യൂട്ടിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ദെൻ ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ, ഫിഗർ 1 നോക്കിക്കഴിഞ്ഞാൽ the upper plate of capacitor has positive charge and the lower plate has negative charge. Positive charge എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is deficit of electrons and negative charge എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is excess of electrons. അപ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ അക്രോസ് ഇതിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത ഇത് കാണിച്ചിരിക്കുന്നത് നമ്മൾ എസ് എന്നുള്ള ഈ സ്വിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആയി എന്ത് സംഭവിക്കും? ഇതിൽ ഒരു ഫ്ലോ നടക്കും. ഓക്കെ, ഇത് ആ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ദ കപ്പാസിറ്റർ വിൽ ഡിസ്ചാർജ് ത്രൂ ദി ഇൻഡക്റ്റൻസ്. ആ കപ്പാസിറ്റർ ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദ ഇലക്ട്രോൺ ഫ്ലോ വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഇൻഡിക്കേറ്റഡ് ബൈ ദി ആരോ. അത് ഇലക്ട്രോൺസ് ആണ് ഇവിടെ എക്സസ് ഉള്ള ഇലക്ട്രോൺസ് ഈ രൂപത്തിൽ ഈ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യും. ഈ കറണ്ട് ഫ്ലോ കാരണം എന്ത് സംഭവിക്കും? നമുക്കറിയാം, ഇൻഡക്ടർ എന്ന് പറയുന്നത് ഒരു കോയിലാണ്. ഒരു കോയിൽ അല്ലെങ്കിൽ സോളിനോയിഡ് പോലെ, സോളിനോയിഡ് കൂടെ എന്ത് ചെയ്യുന്നു? ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അക്രോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. നമുക്കറിയാം, μ0 NI ഡിവൈഡഡ് ബൈ 2A എന്നുള്ള രൂപത്തിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഇനി ഒരു ഇൻഡക്ടറിലൂടെ കറണ്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ആ കറണ്ട് മാക്സിമത്തിലേക്ക് എത്തും. വളരെ സ്ലോ ആയിട്ടാണ് അത് മാക്സിമത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പൊ ആ കപ്പാസിറ്റർ
ഫുള്ളി ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പായിട്ട് എന്ത് സംഭവിക്കും? ഈ സർക്യൂട്ടിലെ കറണ്ട് മാക്സിമം ആയിട്ട് മാറും. ഓക്കെ, ഇനി കപ്പാസിറ്ററിലെ ചാർജ്, അത് കപ്പാസിറ്റർ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി അതായത് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ചാർജ് ഫുള്ളായിട്ട് തീർന്നു. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി 0 ആയി. അപ്പൊ ആ സമയത്ത് മാക്സിമം കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് എനർജി അറൗണ്ട് ദ കോയിൽ ഈസ് മാക്സിമം. അതായത് എന്താണ്? ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും മാക്സിമത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ കപ്പാസിറ്റർ ചാർജ് എല്ലാം തീർന്നു, മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമത്തിൽ എത്തിച്ചേർന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ കപ്പാസിറ്ററിന്റെ അക്രോസ് ഉണ്ടായിരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഫുള്ളായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എനർജി ആയി ചേഞ്ച് ചെയ്തു. അത് ഏതിന്റെ അക്രോസ് അപ്പം നിൽക്കുന്നത്? കോയിലിന്റെ അക്രോസ്. ഓക്കെ, അപ്പൊ ഇനി ഇതിലെ ചാർജ് ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്താ സംഭവിക്കുക? അടുത്തതിൽ എന്താ സംഭവിക്കുക? ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ അതിൽ നിന്ന് കറണ്ട് വരുന്നില്ല, കപ്പാസിറ്റർ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്തു. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതെയാവും. പെട്ടെന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതെയാവും. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതെയാവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഒരു ലെൻസ് ലോ വെച്ചിട്ട് ഒരു ബാക്ക് EMF, കൗണ്ടർ EMF ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഈ കറണ്ട്, അതായത് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ആ കൗണ്ടർ EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും സെയിം ഡയറക്ഷനിൽ. അതായത് ഇത് ഏതിലാണോ ചാർജ് ചെയ്തിരുന്നത് അതേ ഡയറക്ഷനിലാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഇത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള അതേ ഡയറക്ഷനിലാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അത് കാരണം എന്ത് ചാർജ് ചെയ്യും? കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാ ചാർജ് ചെയ്യുക? അപ്പർ പ്ലേറ്റ് നെഗറ്റീവ് ആയിരിക്കും, ലോവർ പ്ലേറ്റ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അത് കാരണം ഇപ്പൊ എന്താ സംഭവിച്ചത്? ഈ കൊളാപ്സ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടായിട്ടുള്ള കൗണ്ടർ EMF കാരണം എന്ത് സംഭവിച്ചു? ഇവിടെ കപ്പാസിറ്റർ ഫുള്ളായിട്ട് ചാർജ് ചെയ്യുന്നു. അത് ഫുള്ളായിട്ട് ചാർജ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് EMF കഴിഞ്ഞു. ഇപ്പൊ കപ്പാസിറ്റർ ഫുള്ളായിട്ട് ചാർജ് ചെയ്തു. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. വീണ്ടും കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും? ആദ്യത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പൊ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കോയിലിന്റെ അക്രോസ്, ഇൻഡക്ടറിന്റെ അക്രോസ് ക്രിയേറ്റ് ചെയ്യും. ഇനി അത് മാക്സിമത്തിൽ എത്തിച്ചേരും. അത് മാക്സിമത്തിൽ എത്തിച്ചേരുന്നത് എപ്പോഴായിരിക്കും? കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ആവുന്ന സമയത്ത് അത് മാക്സിമത്തിൽ എത്തിച്ചേരും. വീണ്ടും എന്ത് സംഭവിക്കും? ആ കപ്പാസിറ്റർ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും കൊളാപ്സ് ചെയ്യും. Then due to Lenz's law, also a counter EMF produces which will keep the current flowing in the same direction. അതായത് അത് വീണ്ടും ഈ കപ്പാസിറ്ററിനെ നമ്മൾ ഫിഗറിൽ ആദ്യം കാണിച്ചിട്ടുള്ളത് അതുപോലെ, അതായത് കപ്പാസിറ്റർ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ളത് പോലെ ഈ രൂപത്തിൽ വീണ്ടും അതിനെ ചാർജ് ചെയ്യിക്കും. ദെൻ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും.
ഓക്കെ, ഈ ചാർജ് ആൻഡ് ഡിസ്ചാർജിന്റെ സീക്വൻസ് ഇലക്ട്രോണിന്റെ ഒരു ആൾട്ടർനേറ്റിംഗ് മോഷൻ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഓസിലേറ്റിംഗ് കറണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇനി ദ എനർജി, ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദ എനർജി ഈസ് ആൾട്ടർനേറ്റ്ലി സ്റ്റോർഡ് ഇൻ ദി ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദി കപ്പാസിറ്റർ സി ആൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി ഇൻഡക്ടൻസ് കോയിൽ. അതായത് ഇലക്ട്രിക് എനർജി ഇതിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് എനർജി ആയിട്ട് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു, മാഗ്നറ്റിക് എനർജി ആയിട്ട് ഇൻഡക്ടൻസിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ ഇന്റർചേഞ്ച് ഓഫ് എനർജി ബിറ്റ്വീൻ എൽ ആൻഡ് സി ആണ് എന്ത് സംഭവിക്കുന്നത്? ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഇതിന്റെ വേവ് ഫോം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ടാങ്ക് സർക്യൂട്ടിൽ ഒരു ലോസും ഇല്ല എങ്കിൽ ടാങ്ക് സർക്യൂട്ടിൽ ഒരു ലോസും ഇല്ല എങ്കിൽ ഈ ഇന്റർചേഞ്ച് ഓഫ് എനർജി ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കും. പക്ഷെ പ്രാക്ടിക്കലായിട്ട് അത് പോസിബിൾ അല്ല. പ്രാക്ടിക്കൽ സർക്യൂട്ടുകളിൽ എന്തുണ്ടായിരിക്കും? ഒരു റെസിസ്റ്റീവ് ലോസോ അല്ലെങ്കിൽ റേഡിയേറ്റീവ് ലോസോ ഉണ്ടായിരിക്കും. അത് കാരണം ഇവിടെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കുറയുന്നത്, ഓരോ സൈക്കിളിലും ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ചെറുതായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്നൊരു അൺഡാംപ്ഡ് ഓസിലേഷൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കേണ്ടി വരും? നമ്മൾ ഓരോ സൈക്കിളിലും ഇതിലേക്ക് ഈ ലോസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സം എനർജി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സൈനസോയിഡൽ ഓസിലേഷൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്താൻ പറ്റുന്ന എന്താണ്? ഒരു എൽ സി സർക്യൂട്ട്, ഒരു ടാങ്ക് സർക്യൂട്ട് നമുക്ക് തരുന്ന ഓസിലേഷൻസ് ഏത് തരം ഓസിലേഷൻസ് ആണ്? ഒരു ഡാംപ്ഡ് ഓസിലേഷൻസ് ആണ്. ഈ ഡാംപ്ഡ് ഓസിലേഷൻസിനെ നമുക്ക് അൺഡാംപ്ഡ് ഓസിലേഷൻസ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ആ എനർജി ലോസിനെ ഓവർകം ചെയ്യാനുള്ള അഡീഷണൽ എനർജി നമുക്ക് ഓരോ സൈക്കിളിലും നമുക്ക് കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ ഇതിന്റെ ഫ്രീക്വൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ ഫ്രീക്വൻസി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സർക്യൂട്ട് പാരാമീറ്റേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിലെ ഫ്രീക്വൻസി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് the frequency must be equal to 1 divided by 2 pi root LC ആയിരിക്കും. The frequency of the oscillation in the tank circuit is given by f of r is equal to 1 divided by 2 pi root LC. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ അതായത് ഫ്രീക്വൻസി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സി. ഓക്കെ, അതായത് നമ്മളിവിടെ കപ്പാസിറ്ററിന്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കപ്പാസിറ്ററിന്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും. അതേപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യാനും കൂടുതൽ സമയം എടുക്കും. അപ്പോൾ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറയും. ഓക്കെ, അപ്പോൾ പീരിയഡ് ഓഫ് ഓസിലേഷൻ കൂടും, കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി കുറയും. ഇനി ഇൻഡക്റ്റൻസ് ആണെങ്കിലോ, ഇൻഡക്റ്റൻസ് നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ
കറണ്ടിന്റെ ഫ്ലോനെ ഓപ്പോസ് ചെയ്യാനുള്ള അത് ഗ്രേറ്റർ ആവും. ഓക്കെ, അതായത് ആ ഓപ്പോസിഷൻ അതിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓരോ സൈക്കിളും കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കൂടും, ലോങ്ങർ ആവും. അപ്പൊ അതുകൊണ്ട് ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യും. ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഒരു ഓസിലേറ്ററി സർക്യൂട്ടിന്റെ ഇപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടാങ്ക് സർക്യൂട്ടിന്റെ കേസിൽ അതിന്റെ ഫ്രീക്വൻസി FR is equal to 1 divided by 2 pi root LC ആണ്. ഇനി എങ്ങനെയാണ് ഈ ടാങ്ക് സർക്യൂട്ടിൽ നിന്ന് നമുക്ക് അൺഡാംപ്ഡ് ഓസിലേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക? നമ്മൾ പറഞ്ഞു ഒരു ടാങ്ക് സർക്യൂട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് തരം ഓസിലേഷൻസ് ആണ്? ഡാംപ്ഡ് ഓസിലേഷൻസ് ആണ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഓസിലേഷൻസിനെ അൺഡാംപ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ലോസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള കറക്റ്റ് എമൗണ്ട് ഓഫ് എനർജി നമ്മൾ സപ്ലൈ ചെയ്യണം, പ്രോപ്പർ ടൈമിൽ സപ്ലൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന എനർജി ആ ലോസ്, അവിടെ സംഭവിച്ചിട്ടുള്ള ലോസ് ഓവർകം ചെയ്യാൻ പറ്റുന്നതാവണം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ എനർജിയുടെ ഫ്രീക്വൻസിയും ടാങ്ക് സർക്യൂട്ടിന്റെ ഫ്രീക്വൻസിയും സെയിം ആവണം. ഇനി അതേപോലെ തന്നെ കൊടുക്കുന്ന എനർജി ടാങ്ക് സർക്യൂട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓസിലേഷൻസും തമ്മിൽ ഇൻഫേസ് ആവണം. അല്ലെങ്കിൽ അതായത് എന്ത് വേണം? ടാങ്ക് സർക്യൂട്ടിലുള്ള ഓസിലേഷനെ സഹായിക്കുന്ന, എയ്ഡ് ചെയ്യുന്ന രൂപത്തിലാവണം. അല്ലാതെ ഡിക്രീസ് ചെയ്യുന്ന രൂപത്തിലാവരുത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലാവണം നമ്മൾ കൊടുക്കുന്ന എനർജി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് ഈ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ട് നമുക്ക്, ടാങ്ക് സർക്യൂട്ട് നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അൺഡാംപ്ഡ് ഔട്ട്പുട്ട് തരും. അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതെന്തൊക്കെ വേണം? ഇൻഫേസ് ആവണം, എത്രയാണോ ലോസ് സംഭവിക്കുന്നത് അത്ര കണ്ട് നമുക്ക് അവിടേക്ക് കൊടുക്കണം, ഫ്രീക്വൻസി സെയിം ആവണം. അത് ടാങ്ക് സർക്യൂട്ടിൽ ഉള്ള ഫ്രീക്വൻസിയുടെ അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യമാണ് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ അത് കൊടുക്കുന്നത്, നമ്മൾ ആ കൊടുക്കുന്ന എനർജി, തിരിച്ചു കൊടുക്കുന്ന എനർജി എന്തായിരിക്കണം? ഇൻഫേസിലാവണം. പിന്നെ എത്ര ലോസ് സംഭവിക്കുന്നു അത്ര എനർജിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇതിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ, അതായത് ഒന്ന് ഇൻഫേസിലാവണം, രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതിൽ കൊടുക്കാൻ പറ്റും? ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വഴി, അതായത് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സം പാർട്ട് ഓഫ് എനർജി, അതായത് ഔട്ട്പുട്ടിന്റെ കുറച്ച് പാർട്ട് നമ്മൾ എന്തിലേക്ക് തന്നെ, ഇൻപുട്ടിലേക്ക് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ഈ ടാങ്ക് സർക്യൂട്ടിലെ ആ കിട്ടുന്ന എനർജീനെ ആംപ്ലിഫൈ ചെയ്ത് അതിലെ കുറച്ച് പോർഷൻ നമ്മൾ തിരിച്ച് ഈ രൂപത്തിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? അതിന്റെ ഗെയിൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ലോസ് വരുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് അത്ര ഇവിടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു സർക്യൂട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അൺഡാംപ്ഡ് ഓസിലേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അത് നമുക്ക് എന്തുപയോഗിച്ച് ചെയ്യാം? ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒരു ഓസിലേറ്ററിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. അതൊരു ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വിത്ത് പ്രോപ്പർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ക്യാൻ ആക്ട് ആസ് എ ഓസിലേറ്റർ. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുള്ള ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഒരു ഓസിലേറ്റർ ആയിട്ട് പറയാം. അതായത് ആ ഒരു ഓസിലേറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ജനറേറ്റ് ഓസിലേഷൻസ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സിഗ്നൽ സോഴ്സ്. വേറൊരു സിഗ്നൽ സോഴ്സും ഉപയോഗിക്കാതെ അതിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓസിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. പക്ഷെ അവിടെ ആക്ച്വലി എന്തുണ്ട്? അവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ട്. അത് Vin ഓൾറെഡി അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ എന്തായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല? ഒരു ഓസിലേറ്റർ ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ഓസിലേറ്ററിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സിഗ്നൽ സോഴ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ സ്വിച്ച് ഇപ്പോൾ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ആ സ്വിച്ചിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ ഓൾറെഡി ഇങ്ങോട്ട് വരില്ല. അപ്പൊ അതിനെ നമുക്ക് എന്തായിട്ട് നമുക്ക് പറയാം? ഒരു ഓസിലേറ്റർ ആയിട്ട് നമുക്ക് പറയാം. അതാണ് നമ്മൾ താഴെ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട്. അതായത് നമ്മൾ ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പം ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഇൻപുട്ട് സിഗ്നൽ ഇതിലേക്ക് വരുന്നില്ല. അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ, അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന VF എന്നുള്ള ക്വാണ്ടിറ്റി തന്നെയാണ് ഇവിടേക്ക് ആംപ്ലിഫയറിലേക്ക് പോകുന്നത്. അതിനെ വീണ്ടും ആംപ്ലിഫൈ ചെയ്യുന്നു, അതിനെ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരുന്നു. അപ്പം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് പ്രൊഡ്യൂസസ് എ സൈനസോയിഡൽ ഔട്ട്പുട്ട് വിത്ത് നോ എക്സ്റ്റേണൽ സിഗ്നൽ സോഴ്സ്. ഒരു സിഗ്നൽ സോഴ്സും ഉപയോഗിക്കാതെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സൈനസോയിഡൽ വേവ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വിത്ത് പ്രോപ്പർ പോസിറ്റീവ് ഫീഡ്ബാക്ക് വിൽ വർക്ക് ആസ് ആൻ ഓസിലേറ്റർ. ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് എന്താവശ്യമാണ്? ഒരു ട്രിഗർ സിഗ്നൽ, അതായത് ജസ്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് എന്ത് കാണിച്ചു? ആ സ്വിച്ച് ക്ലോസ്ഡ് ആയിട്ട്, അതായത് ഇൻപുട്ട് സിഗ്നൽ കൊടുത്തതായിട്ട് കാണിച്ചു. അതിനുശേഷം അത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ട്രിഗർ സിഗ്നൽ ആവശ്യമാണ്. അപ്പോൾ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ സിഗ്നൽ ആവശ്യമില്ല. ഇനി
ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അൺഡാംപ്ഡ് ഓസിലേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താവണം? ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഇൻറ്റു ഗെയിൻ മസ്റ്റ് ബി ഈക്വൽ ടു 1. കാരണം ആ സിഗ്നലിന് വാരിയേഷൻ ഇല്ലാത്ത രൂപത്തിൽ വേണം കിട്ടണമെങ്കിൽ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? MVAV എന്നുള്ള ഫ്രാക്ഷൻ മാക്സിമം ആയിരിക്കണം അല്ലേ? MVAV എന്നുള്ള ക്വാണ്ടിറ്റി 1 ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുള്ളൂ? ഇത് നമുക്ക് അൺഡാംപ്ഡ് ആയിട്ടുള്ള ഓസിലേഷൻ തരിക. ഈ ക്രൈറ്റീരിയനെ, അതായത് MVAV ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ക്രൈറ്റീരിയ തന്നെയാണ് ബാർക്കൂസൻ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഒരു ഓസിലേറ്ററി സർക്യൂട്ടിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു കണ്ടീഷനാണിത്. MVAV ഈസ് ഈക്വൽ ടു 1. അതിനെയാണ് ഓസിലേറ്ററി കണ്ടീഷനാണ്, അല്ലെങ്കിൽ അതിനെ ബാർക്കൂസൻ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ ഒരു ഓസിലേറ്ററിൻ്റെ കണ്ടീഷനാണിത് ബാർക്കൂസൻ ക്രൈറ്റീരിയ. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അതായത് ബാർക്കൂസൻ ക്രൈറ്റീരിയയുടെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. എന്താണ് ബാർക്കൂസൻ ക്രൈറ്റീരിയ? അതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ നിന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അൺഡാംപ്ഡ് ഓസിലേഷൻ കിട്ടാനുള്ള ക്രൈറ്റീരിയ ആണ് ബാർക്കൂസൻ ക്രൈറ്റീരിയ, അല്ലെങ്കിൽ MVAV ഈസ് ഈക്വൽ ടു 1. ഈ കണ്ടീഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ നമുക്ക് കണ്ടിന്യൂസ് അൺഡാംപ്ഡ് ഓസിലേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ. വോൾട്ടേജ് ഗെയിൻ ഓഫ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്തായിരിക്കും? എന്തുമാത്രമാണ് മാറ്റം സംഭവിക്കുക? ഇവിടെ ഉള്ള സിഗ്നൽ, അതായത് ഇവിടുത്തെ ക്വാണ്ടിറ്റി മൈനസ് ആയിട്ട് മാറും. അത് നെഗറ്റീവ് ഫീഡ്ബാക്കിലാണെങ്കിൽ 1 + MVAV ആയിരുന്നു, ഇവിടെ മൈനസ് ആയിട്ട് മാറും. അപ്പോൾ AVF ഈസ് ഈക്വൽ ടു AV ഡിവൈഡഡ് ബൈ 1 - MVAV ആണ്. ഇനി MVAV ഈസ് ഈക്വൽ ടു 1 ആണെങ്കിലോ? MVAV ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ AVF മസ്റ്റ് ബി ഇൻഫിനിറ്റി. എന്ന ആംപ്ലിഫയറിന് ഇൻഫൈനൈറ്റ് ഗെയിൻ ആയിരിക്കും. പക്ഷെ നമുക്കറിയാം ഒരു ആംപ്ലിഫയറിനും എന്ത് സംഭവിക്കില്ല? ഇൻഫൈനൈറ്റ് ഗെയിന് തരാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? അതായത് ഒരു ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. അതായത് നമ്മളൊരു ഇൻപുട്ടും കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു 0 ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ഫൈനൈറ്റ് ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗെയിൻ എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു വാനിഷിങ് സ്മോൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫൈനൈറ്റ് ഔട്ട്പുട്ട് തരുന്ന കേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? ഈ സർക്യൂട്ട് ഒരു ഇൻപുട്ട് ട്രിഗർ കിട്ടിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ സ്മോൾ ഇൻപുട്ട് പറഞ്ഞ ഒരു ഇൻപുട്ട് ട്രിഗർ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ആവശ്യമില്ല? ആ ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ സോഴ്സ് അവൈലബിൾ അല്ല എങ്കിലും അത് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്തതിൽ നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ ഓസിലേറ്ററിൻ്റെ കാര്യങ്ങൾ നമുക്ക് അടുത്തതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് ഒരു ട്രാൻസിസ്റ്റർ ഓസിലേറ്ററിൻ്റെ ആവശ്യമുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓസിലേറ്ററി സർക്യൂട്ടുകൾ, ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.